ഹൈനു നമുക്കിന്ന് കുറച്ച് മാങ്ങ അലക്കി തിന്നാലോ. ഇന്ന് നമുക്ക് മാങ്ങ അലക്കാവേ. അതായത് പണ്ട് കപ്പളങ്ങ വരയ്ക്കുമ്പോൾ എൻ്റെ അച്ഛമ്മേൻ്റെ അമ്മേൻ്റെ തലയിൽ കപ്പളങ്ങ വീണെന്ന് പറഞ്ഞിട്ടുണ്ടായി. മാങ്ങ വരയ്ക്കുമ്പോൾ എനിക്കതാ ഓർമ്മയായിരുന്നു. അതാ ഏറ്റവും മേലെ അതാ നല്ല മൂത്ത മാങ്ങ കേട്ടാ. അടിപൊളി സ്ഥലം ഓർമ്മയുണ്ടോ? കൊലയായിട്ട് തന്നെ കിട്ടീന ഞെട്ട് പൊട്ടിയില്ല. നല്ല മാങ്ങ സഞ്ചിയിലേക്ക് ഇടുവാണ്. കുറച്ചൊക്കെ അന്നേരം ഇത് രണ്ടും കൂടി ഇട്ട് നമുക്ക് കല്ലിൽ ഒന്ന് നല്ലോണം ചതച്ചെടുക്കാം കേട്ടോ. നമ്മൾ മാങ്ങ കല്ലിലിട്ട് അടിച്ചലക്കാൻ വേണ്ടിയിട്ട് ഒരു അലക്കിയ മാങ്ങ ആക്കാൻ കേട്ടോ. ഞങ്ങൾ ഇടയ്ക്ക് ചേച്ചി വീട്ടിൽ വരുമ്പം ഈ സാധനം ട്രൈ ചെയ്യാറുണ്ട്. നമ്മൾ ഈ പ്ലാസ്റ്റിക് കവർ തുണിയിൽ നല്ലോണം റാപ്പ് ചെയ്യാം. എന്നിട്ട് രാവിലെ തുണി അലക്കുന്ന ഓർമ്മയിൽ അടിച്ചലക്കിക്കോളാം. ശരി അലക്കാം. സാധനങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു മുളകുണ്ടിൻ്റെ സ്മെല്ലും കത്തി. എല്ലാം പൊട്ടിക്കാണോന്ന് അറിയില്ല. തുറന്നു നോക്ക്. നമ്മളെ കവർക്ക് പൊട്ടി കേട്ടോ. നമുക്കിനി ഇത് ഇതിൻ്റെ അകത്തേക്ക് ഇടാവേ. ഇതുണ്ട് കവർ പൊട്ടി പോയി. ഓ ഗൈസ് അടിയില്ലേ നോക്കാം എന്തായി. ഓ നല്ല എന്താ പറയാ വെയിലാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നതൊന്നും അറിയാം. അടിപൊളി സുഖം തന്നെ കേട്ടോ. അധികം പുളിയില്ലാത്ത ടൈപ്പാണ്, പക്ഷെ പുളിയുണ്ട്. കുറച്ച് പഴുക്കാനായ ടൈപ്പ് ആയതുകൊണ്ടേ നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ സാധനം. ഒന്ന് മാത്രം കേട്ടോ പൊട്ടാണ്ടേ, അത് തിന്നോക്കേട്ടാ. ചതയാത്ത ഭാഗവും ടേസ്റ്റ് ഉണ്ട്. നല്ല അടിപൊളി സാധനം. അടിപൊളി സാധനം. എന്നാ മാം ആകാണ്ടി കൂട്ടി വയ്ക്കുക. ചേച്ചി ആ പ്ലേറ്റിലേക്ക് കുറച്ച് ചോറ് ഇട്ട് കേട്ടോ. ടേസ്റ്റ് ഉണ്ടോ? ഇപ്പം ആക്കിയ ചോറാണേ, നല്ല ചൂട് ചോറായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്.